ഹൈപ്പിനുള്ള ഒരു കാര്യമായിട്ട് തോന്നിയില്ല. യഥാർത്ഥത്തിൽ ടേസ്റ്റ് ഉള്ളതേ നിങ്ങൾ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ അങ്ങോട്ട് വിടാവും. ഇതിപ്പോ ഞങ്ങളുടെ ഇന്നത്തെ അനുഭവം അവിടെ പോയി ഇടിയുണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ട്രാവൽ വ്ളോഗ് ആട്ടോ. ഞങ്ങളിങ്ങനെ സാറ്റർഡേ ഈവനിങ് എല്ലാവരും കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നപ്പം എന്നാൽ പിന്നെ നമുക്ക് ഷോർട്ട് ഒരു ട്രിപ്പ് പോയേക്കാലോ എന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ അടൂരിന് അടുത്തായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ തെങ്കാശി. എന്നാൽ നമ്മളിൽ പലരും ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലം കൂടി ആയിരിക്കും തെങ്കാശി. കാരണം തെങ്കാശി നമ്മുടെ അടൂരിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു തമിഴ്നാട് സ്ഥലമാണ് തെങ്കാശി. അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെ പോയി മൊത്തത്തിലൊരു എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ആകെപ്പാടെ എനിക്ക് തോന്നുന്നു കൂടുതലും ആൾക്കാർ തെങ്കാശി പോയേക്കുന്നത് മറ്റേ കുറ്റാലം വെള്ളച്ചാട്ടം അതൊക്കെ കേട്ടിട്ടുണ്ടാവും. അല്ലാണ്ട് അവിടെ കുറച്ച് ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പം ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. കാരണം ഇപ്പം തെങ്കാശിയിൽ പോകാനായിട്ട് നല്ല സമയം കേട്ടോ. കാരണം അധികം വെയിലൊന്നുമില്ല, ചെറിയ മഴയും കാര്യമൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് പുനലൂരാട്ടോ. പുനലൂർ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വന്നു. ഇത് ഹോട്ടൽ പനാസിയ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി പറയാം. ഇനി കഴിച്ചതിന് ശേഷം പറയാം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നെന്ന്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോകുന്ന വഴിയിലാട്ടോ ഈ പനാസിയ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പരസ്യം കണ്ടത്. അങ്ങനെ നമ്മൾ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് കയറാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇവിടുത്തെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 200 rupees per person ആയിരുന്നു കേട്ടോ. ആ ഒരു റേറ്റിന് പറ്റിയ ഫുഡൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ദോശ, ഇഡ്ഡലി, പൂരി, ചിക്കൻ സ്റ്റ്യൂ, പുട്ട്, ബ്രെഡ്, കോൺഫ്ലെക്സ്, ടീ, കോഫി, മിൽക്ക് ജ്യൂസ് ഇത്രയൊക്കെ ഈ ഒരു റേറ്റിന് കിട്ടും കേട്ടോ. എന്നാൽ അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റി ഫുഡും ആയിരുന്നു. ഈ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത് പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാട്ടോ. തെങ്കാശി ട്രിപ്പ് പോകുന്നവർക്ക് ഇവിടെയാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തിരുവന്മലൈ കോവിൽ അല്ലേ. അത് നമ്മുടെ പുനലൂരിൽ നിന്ന് എത്ര ദൂരം? 1.5 മണിക്കൂർ. അതായത് പുനലൂരിൽ നിന്ന് 57 കിലോമീറ്റർ ആട്ടോ അങ്ങോട്ട്. അപ്പോൾ ഇത് നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ തെങ്കാശിയില് തിരുമലൈക്കോവിൽ എന്ന് പറയുന്ന അമ്പലത്തിലോട്ട് പോവാട്ടോ. ആ അമ്പലത്തിലോട്ട് പോകുമ്പോൾ ഉള്ള വ്യൂ ആട്ടോ ഇത്. നമ്മൾ അമ്പലത്തിന്റെ അവിടെ എത്തി. ഭയങ്കര കാറ്റാട്ടോ. ഏതാ ഭയങ്കര കാറ്റ് കേട്ടോ. നമുക്ക് ഈ അമ്പലത്തിൻ്റെ അങ്ങോട്ട് കാറിലും വരാം, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കയറിയും വരാം കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് മൊത്തം കൂടി 625 സ്റ്റെപ്പുണ്ട്. ഈ മലയിൽ നിന്ന് താഴോട്ടുള്ളതാട്ടോ. അവിടുന്ന് മേളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ്. നമുക്ക് ഏകദേശം തെങ്കാശി മൊത്തം കാണാം. ഇതാട്ടോ തിരുവന്മലൈ കോവിൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അകത്തോട്ട് ക്യാമറയൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അകത്ത് പോയി കണ്ടിട്ട് വരാം. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാട്ടോ. ഇപ്പോൾ നമ്മൾ രാവിലെ വന്നതുകൊണ്ട് വലിയ വെയിലൊന്നുമില്ല, ഭയങ്കര വെയിലല്ല, ചെറിയൊരു വെയിലേ ഉള്ളൂ. പക്ഷെ ഭയങ്കര കാറ്റാണ്. അടവി നെയ്യാർ ഡാമാണ് ആ കാണുന്നത്. പക്ഷെ അവിടെ ഇടയ്ക്ക് വെള്ളം ഇങ്ങനെ ഇറിഗേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് തുറന്നു വിടുമായിരുന്നു. പക്ഷേ ഇപ്പം ഇവിടുന്ന് നോക്കിയിട്ട് അത് തുറന്നു വിട്ടിട്ടില്ല. അപ്പം പിന്നെ നമ്മൾ വെറുതെ അവിടെ വരെ പോയിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. പിന്നെ കുറേ പാടങ്ങൾ കാണാം കേട്ടോ. പണ്ട് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണേ. അതുകൊണ്ട് പാർക്കിങ്ങിനാണെങ്കിലും സ്ഥലം കുറവാണ്. ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഉള്ളൂ കേട്ടോ. പിന്നെ ആണെങ്കിലും നമ്മൾ ഈ ഹെയർ പിന്ന് കയറി വരുന്ന വഴിക്ക് പിന്നെ കുറച്ച് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും റോഡിൽ. അല്ലാതെ മണ്ട വരെ വരും. അയ്യ അമ്മ,
ഈ ഒരു അമ്പലത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് വലിയൊരു കുന്നിൻ്റെ മണ്ടയ്ക്കും പിന്നെ ഒരു പാറയുടെ മണ്ടയിലുമാണ്. പിന്നെ നമുക്ക് അവിടെ വരെ വണ്ടിയും കൊണ്ട് ചെല്ലാൻ പറ്റുന്നത് കൊണ്ട് അവിടെ വരെ കയറി പോകാനുള്ള ബുദ്ധിമുട്ട് കുറവാട്ടോ. അമ്പലത്തിൽ കാണാനായിട്ട് നമുക്ക് കുറേ കൊത്തുപണികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വരുന്ന വഴിക്കുള്ളതാട്ടോ ഈ 2 പാറക്കെട്ടിൻ്റെ നടുക്കും കൂടെ റോഡ്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ നേരം കണ്ട കാഴ്ച കേട്ടോ നമ്മുടെ KSRTCക്ക് മുമ്പിൽ ഇതാണ്ട് ഈ പോത്തുകളുടെ കാര്യം. ലൈറ്റ് ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ പോത്തിന് വല്ലതും മനസ്സിലാവുമോ എന്തോ. ആ ഒരു അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി അടുത്ത നമുക്ക് പോകാൻ പറ്റുന്നതാണ് അടവി നെയ്യാർ ഡാം എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ഡാമിലോട്ട് പോകുന്നതിന് മുമ്പുള്ള ആ ഒരു സ്ഥലം കേട്ടോ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് തമിഴ് സിനിമയിലെ കുറേ ഷൂട്ടിങ് നടന്നിട്ടുള്ളതാണ്. ഭയങ്കര കാറ്റാണ് ഗൈസ് ഇവിടെ. അത് കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോഴാട്ടോ ഡാം വരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ പോയ സമയത്ത് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ അവിടെ വരെ പോയിട്ട് അപ്പം തന്നെ നമ്മൾ തിരിച്ചു പോയിട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനായിട്ട് തെങ്കാശിയിലെ ഫേമസ് ആയിട്ടുള്ള റഹ്മത്ത് ഹോട്ടലിൽ പോയി. ഹോട്ടലാണ് തെങ്കാശിയിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള. ഇവിടുത്തെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് കോയിൻ പൊറോട്ടയും ബോർഡർ ചിക്കനും കാട ഫ്രൈയും പിന്നെ ബിരിയാണി. പിച്ചിയിട്ട ചിക്കൻ ഇതുവരെ വന്നില്ല, അത് വരണം. ഇതാണ് പിച്ചിയിട്ട ചിക്കൻ. ഇവിടുത്തെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു ചിക്കനാണ് ഇത്. സോ ഗൈസ് ഞങ്ങൾ റഹ്മത്തിലെ ബോർഡർ ചിക്കനും ബൺ പൊറോട്ടയും ഒക്കെ കഴിച്ചിട്ട് വന്നാണ്. എന്താണ് റിവ്യൂ? നല്ല ചൂടുള്ള ബിരിയാണി കൊള്ളായിരുന്നു. തമിഴ്നാട് സ്റ്റൈല് ബിരിയാണി. ബ്ലോഗർമാരോട് ഒരു റിക്വസ്റ്റ്, ഈ യഥാർത്ഥത്തിൽ ടേസ്റ്റ് ഉള്ളതേ നിങ്ങൾ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ അങ്ങോട്ട് വിടാവും. ഇതിപ്പോ ഞങ്ങളുടെ ഇന്നത്തെ അനുഭവം അവിടെ പോയി ഇടിയുണ്ട് നമുക്കറിയാൻ പറ്റത്തുള്ളല്ലോ അവിടുത്തെ ടേസ്റ്റ്. കഴിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് തന്നെ ബെറ്റർ. ഇത് അത്ര വലിയ ഗെയിമൊന്നുമില്ല. അതെ, ബോർഡർ ചിക്കനും പിന്നെന്താന്ന് വെച്ചാൽ കാട ഫ്രൈയും ചൂടായിരുന്നു മാത്രം. എല്ലാം ചൂടായിരുന്നു. ബോർഡർ ചിക്കനും കാട ഫ്രൈക്കും പിന്നെന്താ പിച്ചിയിട്ട ചിക്കൻ. പിച്ചിയതും പിച്ചാത്തതൊക്കെ ഒന്നും തന്നെ അല്ലല്ല, പിച്ചിയിട്ട ചിക്കനും എല്ലാത്തിനും വ്യത്യാസമുണ്ട്. പക്ഷേ കൂടുതല കൂടുതല എന്തായാലും വിഷം തരുന്നതുകൊണ്ട് കഴിച്ചു. വലിയ അല്ല, ഇത് ഭയങ്കര ഹൈപ്പിനുള്ള ഒരു കാര്യമായിട്ട് തോന്നിയില്ല. അല്ലാതെ നമുക്ക് ജസ്റ്റ് ഒരു നോർമൽ കടയിൽ പോയി കഴിക്കുന്നതിന്റെ അത്രയുമേ ഫീൽ ചെയ്തുള്ളൂ. ഭയങ്കര സൂപ്പർ എന്നൊന്നും ഫീൽ ചെയ്തില്ല. നോർമൽ ഒരു കടയിൽ പോയി ഒരു ചിക്കനും പൊറോട്ടയും കഴിച്ചൊരു ഫീൽ. നമ്മുടെ മലയാളി ടേസ്റ്റിന് ആസിഫി ബിരിയാണി ഉണ്ട്, അതാണ് ബെറ്റർ. ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളത് പോവാതെ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടത്തേത് ഭയങ്കര സൂപ്പറാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ട് വന്നതാണ്. പക്ഷെ ഇതിലും ബെറ്റർ അതാണ്. ഹേസുകുട്ടിന്റെ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? യശക്കുട്ടിന്റെ സൂപ്പർ ആയിരുന്നു. ഇനിയിപ്പൊ നമ്മള് ഇതിപ്പം റഹ്മത്ത് എന്ന് പറയുന്നത് സെങ്കോട്ടെ. ഈ റെസ്റ്റോറന്റ് സെങ്കോട്ടയിലായിരുന്നു. ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് തെങ്കാശിക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ കഴിയുമ്പോൾ തെങ്കാശിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ടെമ്പിള്. ഇവിടുത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, കാരണം ഇപ്പം ഉച്ചയായിട്ടുണ്ട്, കുറച്ച് വെയിലൊക്കെ ആയി. ഇനി ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാം. ഇതാണ് തെങ്കാശിയിലെ ഫേമസ് ആയിട്ടുള്ള കാശി വിശ്വനാഥ ടെമ്പിൾ. ഞങ്ങൾ ചെന്ന ടൈമിങ്ങിൽ ഈ ഒരു അമ്പലം ക്ലോസ് ചെയ്തേക്കായിരുന്നു കേട്ടോ. ഉച്ച സമയം ആൾക്കാരൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. ഭയങ്കര വെയിലായതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്യാതെ ഇതിന് തൊട്ടടുത്തായിട്ട് ഫേമസ് അലുവ കിട്ടുന്ന കടയുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ അലുവ മേടിച്ചിട്ട് വന്നു. തെങ്കാശിയിൽ വരുന്നവരാരും മിസ് ചെയ്യാത്തൊരു സ്പോട്ടാട്ടോ ഈ ഒരു അലുവ കട. ഈ ഒരു ഹൽവ ഇവിടെ കുറേ സ്ഥലങ്ങളിൽ കിട്ടുമെങ്കിലും ശ്രീകൃഷ്ണ വിലാസ് എന്ന് പറയുന്ന കടയിലെ ആട്ടോ ഏറ്റവും നല്ലതും ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും.
തെങ്കാശിയിലെ ഫേമസ് ആയിട്ടുള്ള അൽവയാണ്. റഹ്മത്തിലെ സാധനങ്ങളൊക്കെ ഫ്ലോപ്പായി. അടുത്ത് നമ്മള് ഇത് കൊള്ളാം. പക്ഷെ അധികം മധുരമില്ല കേട്ടോ. സാധാരണ നിങ്ങളുടെ അലുവ ഇല്ലയോ അതിനെ പോലെ നമ്മുടെ ഇഷ്ടമല്ലല്ലോ അലുവ. ഇത് കൊള്ളാം, ഇത് കൊള്ളാം. തെങ്കാശിയിൽ അമ്പലത്തിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെന്ന സമയത്ത് നട അടച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് പുറത്ത് നിന്ന് കണ്ടു. അത് നല്ല ഭംഗിയാട്ടോ ആ ഒരു അമ്പലം കാണാനായിട്ട്. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് അന്യൻ പാറയിലോട്ടാട്ടോ. അന്യൻ മൂവിയിലെ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു സ്ഥലമാട്ടോ ഇത്. ഇവിടെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് നല്ല വെയിലായതുകൊണ്ട് തന്നെ പാറയൊക്കെ ചുട്ടുപൊള്ളി കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരമൊന്നും അവിടെ നിന്നില്ല. ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന പാറയൊന്ന് ജസ്റ്റ് കണ്ടു. അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് സുന്ദരപാണ്ഡിപുരത്താണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനും പച്ചക്കറി പാടങ്ങളാട്ടോ. കൃഷിസ്ഥലമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സൂര്യകാന്തി പാടത്തിലോട്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെന്ന സമയത്ത് അവിടെ സൂര്യകാന്തി ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടാണ് പോയത്. ഇപ്പം ആ ടൈം അല്ല എന്നുള്ളത്. പിന്നെ നമ്മൾ നേരെ ഇവിടുത്തെ സുന്ദരപാണ്ഡിപുരത്തെ മാർക്കറ്റിൽ പോയി. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം ഉണ്ടായിരുന്നില്ല. സൈഡിൽ പാർക്ക് ചെയ്യുന്നവർക്കൊക്കെ പെറ്റിയും കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കാട്ടോ ഇതേപോലെ ഒരു ചേട്ടൻ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് വെച്ചേക്കുന്ന കണ്ടത്. പിന്നെ ഇവിടെ നിർത്തി നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. നാട്ടിലെ പൈസയെക്കാട്ടിലും വലിയ കുറവൊന്നുമില്ല കേട്ടോ ഇവിടെ. തമിഴ്നാട്ടിലെ കാറ്റെല്ലാം അടിച്ചടിച്ച് ഈ ഗതിയായി. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ അവസാനത്തെ സൈറ്റ് സീയിങ്ങിൻ്റെ സ്ഥലത്തെത്തി. കുട്രാലം വാട്ടർഫോൾസിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. കുറേ കടകൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇതാണ്ട് ഒട്ടകം. ഈ ഒരു ശോഷിച്ച ഒട്ടകം കേട്ടോ. കഷ്ടം. അസുഖം വന്നൊരു ഒട്ടകം, പാവം. ഇതാണ്ട് കുറ്റാലം വാട്ടർഫോൾസ്. എൻ്റെ പൊന്നോ ഭയങ്കര തിരക്ക്. അതിന് മാത്രമുള്ള വെള്ളം ഇല്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ. പക്ഷെ അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ടേ ഉണ്ടായിരുന്നു വെള്ളം. പക്ഷെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോന്നു കേട്ടോ. പോകുന്ന വഴിയിൽ കുറേ ഫ്രൂട്ട്സ് കട കണ്ടു. അപ്പം ആദ്യം കണ്ട ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. റംബുട്ടാന, ഞാവൽപ്പഴം, സപ്പോട്ട. പക്ഷെ അതിൽ പകുതിയും കേടായിരുന്നു കേട്ടോ. നമ്മൾ തായ്ലൻഡിൽ പോയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്ന ഫ്രൂട്ടായിട്ട് ദൂരിയാൻ. ഇത് ഭയങ്കര ടേസ്റ്റാന്ന് പറയും. ഭയങ്കര നാറ്റായിരുന്നു. തായ്ലൻഡിലെ എല്ലാ ഹോട്ടലിലും എഴുതി വെച്ചിട്ടുണ്ട് ദൂരിയാൻ കയറ്റാൻ പാടില്ല. ഇത് കുടിക്കല്ലേ എന്ന് പറഞ്ഞിട്ടും അന്ന് ഇതിൻ്റെ ഒരു ഷെയ്ക്ക് കുടിച്ചു. അതിൻ്റെ നാറ്റം കൊണ്ട് അത് വായി വയ്ക്കാൻ കൊള്ളാത്തൊരൈറ്റായിരുന്നു. പക്ഷെ തിന്നുന്ന പഴത്തിന് എന്താ ഭയങ്കര ടേസ്റ്റ് എന്നാ പറയുന്നത്. ആ കടയിൽ നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകുമായിരുന്നു. പോയപ്പോഴത്തേക്ക് സന്ധ്യ ആകാറായിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ചുരം കയറുന്നതിന് താഴെയായിട്ട് അടുത്തൊരു ഫ്രൂട്ട്സ് കട കണ്ടു. ഇവിടെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാങ്ങയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അത്തിപ്പഴോ മൊട്ടപ്പഴം ഇത് പണ്ട് തിന്നിട്ടുണ്ടോ? മൊട്ടപ്പഴം പന്ന ടേസ്റ്റാ. നാട്ടം കാണാൻ വരുന്ന വഴിക്ക് വണ്ടിയിൽ എറിഞ്ഞിട്ടുണ്ട്. ചാമ്പയ്ക്ക ഏതാ? അതല്ലേ അത്? അതാണ്. ഏതോ ഒരു മാങ്ങ. ഓ ദേഹത്തിടല്ലേ. ഈ ഒരു ഫ്രൂട്ട്സ് കടയിൽ നമുക്ക് മാങ്ങയും സാധനങ്ങളും ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ തരും കേട്ടോ. ഏറ്റവും കൂടുതൽ തരുന്നത് മാങ്ങയാണ്. അങ്ങനെ ടേസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് നമ്മൾ കുറച്ച് മാങ്ങയെല്ലാം വാങ്ങിച്ചു. തെങ്കാശിക്ക് പോകുന്നവരാണെങ്കിൽ ഈ ഒരു സ്പോട്ട് മറക്കണ്ട കേട്ടോ. ചുരം കയറാനായിട്ട് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പാണ് ഈ കട. സോ ഗൈസ്, അങ്ങനെ നമ്മൾ തെങ്കാശി ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട്
ഒരു 8 മണിയായപ്പോഴത്തേക്ക് വീടെത്തിയിട്ടുണ്ട്. ആക്ച്വലി നമുക്കാണെങ്കിൽ ഈ പത്തനംതിട്ടയിൽ നിന്ന് തൊട്ടടുത്താട്ടോ ഈ തെങ്കാശി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 1 ഡേ ട്രിപ്പ് പോലെ ഒന്ന് കറങ്ങി അടിച്ച് വരാനുള്ള സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ നമ്മൾ മഴയൊക്കെ ആയിരുന്നപ്പോൾ അവിടെ നമ്മൾ അതൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ കുറച്ച് വെയിലുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മടുക്കും. പിന്നെ നമ്മൾ സുന്ദരപാണ്ഡിപുരം പോയി. നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സുന്ദരപാണ്ഡിപുരം പോയപ്പോൾ കുഞ്ഞു റോഡാട്ടോ, അതുകൊണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് മാർക്കറ്റിലൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ തിരിച്ചു വരുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഒരു 1 ടൈം വിസിറ്റിന് പോകാൻ പറ്റിയൊരു ട്രിപ്പാട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ശരി, ബൈ.